അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ നോക്കൂ, രാമക്ഷേത്ര നിർമ്മാണം സർക്കാർ പരിപാടിയാക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ ഭരണ സംവിധാനത്തിന് മതപരമായ ബന്ധം പാടില്ല. രാഷ്ട്രീയ നേട്ടത്തിനായി BJP ഭരണഘടനാ തത്വങ്ങൾ ലംഘിക്കുകയാണ്. ഇതാണ് CPM-ൻ്റെ ആദ്യത്തെ കമ്മ്യൂണിക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് സമാനമായ സ്റ്റേറ്റ്മെൻറ്റാണ് കോൺഗ്രസും പുറപ്പെടുവിച്ചിട്ടുള്ളത്. 22-ാം തീയതിയത്തെ പരിപാടി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ CPM ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ഒരു രാഷ്ട്രീയ പരിപാടിയായി കാണുന്നത്. ഇന്നത്തെ നിലയിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ള നിർദ്ദേശം അതാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ രാമക്ഷേത്രത്തിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രതിഷ്ഠ നടത്തേണ്ടതുണ്ട്. അവിടെ വിയോജിപ്പുകളാകാം. ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ്. പ്രത്യേകിച്ച് VHP പോലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് ഇതിലെന്താണ് കാര്യം എന്നുള്ളത്, എങ്ങനെയാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി പ്രതിഷ്ഠ നടത്തുക തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ശങ്കരാചാര്യന്മാർ വരെ ഉന്നയിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യയിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രാമവിഗ്രഹത്തെ അതിജീവിക്കാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ ആവുമോ? ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാമവിഗ്രഹം, രാമപ്രതിഷ്ഠ വരാൻ പോകുന്നത് അയോധ്യയിലാണല്ലോ. എങ്ങനെയാണ് കോൺഗ്രസ് മതേതര കക്ഷികൾ നേരിടുന്ന ഈ സങ്കീർണമായ വിഷയത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? അല്ല നികേഷ്, ഇന്നേക്ക് 10 ദിവസത്തിനപ്പുറം രാഷ്ട്രം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ പോവുകയാണ്. റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മുടേത് ഒരു സെക്കുലർ റിപ്പബ്ലിക്കാണ്. നമ്മുടെ ഭരണഘടന അനുസരിച്ചും അല്ലാതെയും അതാണ് നമ്മുടെ രീതി. അത് ആർക്കും അക്കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ പൊടുന്നനെ ഇപ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ ഉറക്കത്തിൽ ഒരു വലിയ കാര്യം സംഭവിച്ചുവോ? ആ വലിയ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറിക്കഴിഞ്ഞുവോ എന്ന സംശയവും ആശങ്കയും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഒരു മതരാഷ്ട്രം ആയി മാറി എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് ഞാനിപ്പോൾ തർക്കിക്കുന്നില്ല. അത് സുപ്രീം കോടതി നൽകിയ അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രമായി മാറുന്നതിലൊന്നും എനിക്ക് തെറ്റൊന്നും പറയാനില്ല. പക്ഷെ അവിടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ റോൾ എന്താണ്? ഇപ്പോൾ പ്രൊഫസർ കാരശ്ശേരി സോമനാഥ ക്ഷേത്രത്തെ മുൻനിർത്തി സമാനമായ സന്ദർഭത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചത് നിലപാടിനെ കുറിച്ചുകൂടെ പരാമർശിക്കുകയുണ്ടായല്ലോ. അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിലാണ് നമ്മൾ വളർന്നു വന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം അവിടെ ആ പ്രതിഷ്ഠാ കർമ്മത്തിൽ ഒരു പ്രേക്ഷകനായ അല്ല പോകുന്നത്, അല്ലെങ്കിൽ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടകനായിട്ടല്ല പോകുന്നത്. അദ്ദേഹം അവിടെ അതിനൊരു പരികർമ്മിയായി പോവുകയാണ്. അതിൻ്റെ ഒരു പൂജാവിധികൾ നടത്താൻ വേണ്ടി പോവുകയാണ്. വ്രതം നോറ്റ് പോവുകയാണ്. ഇതൊക്കെ ഇന്ത്യ എന്ന രാജ്യത്ത് സംഭവിക്കും എന്ന് നമ്മൾ കരുതിയതല്ല. അതുകൊണ്ട് രാമനെ സ്നേഹിക്കുന്നവർ, രാമനെ ദൈവമായി കാണുന്നവർ, അവർ അപ്രകാരമൊക്കെ ചെയ്തു കൊള്ളട്ടെ, ഒരു വിരോധവും നമുക്കില്ല. പക്ഷെ നമ്മുടെ ഈ ഭരണ സംവിധാനത്തിൽ, സെക്കുലർ ഭരണ സംവിധാനത്തിൽ മതത്തെ നമ്മൾ ഇത്രകാലം അകറ്റി നിർത്തിയിരുന്നു. അതുപോലെ എന്തുകൊണ്ട് ഇപ്പോൾ അകറ്റി നിർത്താൻ കഴിയുന്നില്ല? ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാഷ്ട്രീയ പ്രശ്നമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു പരിപാടി കുറെ കൂടി തെളിച്ചു പറയുകയാണെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണോദ്ഘാടനം ആണ് അയോധ്യയിൽ 22 നടക്കാൻ പോകുന്നത്. അത് എന്താണ് അതിന്റെ അടിസ്ഥാനം? ഒരു പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലുള്ളതല്ല. ഈ മതവിശ്വാസത്തെ, രാമവിശ്വാസത്തെ മാത്രം അടിസ്ഥാനമാക്കി ഞങ്ങൾ മാത്രമാണ് രാമനിൽ വിശ്വസിക്കുന്നവർ, ബാക്കി എല്ലാവരും രാമനെ എതിർക്കുന്നവർ, അവിശ്വാസികൾ എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം നടക്കാൻ പോകുമ്പോൾ എന്തുമാത്രം കലുഷമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇനി നമ്മെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു വലിയ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. നികേഷിന്റെ ചോദ്യം ഇതുണ്ടല്ലോ, ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട്, അതാണല്ലോ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. കോൺഗ്രസിന് വാസ്തവത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. കോൺഗ്രസിന് ഒരു വ്യക്തത, ഈ കാര്യത്തിൻ്റെ ഒരു വ്യക്തതയോടെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം വോട്ട് ഒരു പ്രശ്നമാണ്. ചിലപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ കോൺഗ്രസിനെ കുറിച്ച്, പാർട്ടിയെക്കുറിച്ച് അല്പമൊക്കെ ഒരു സഹാനുഭൂതിയും തോന്നുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ശ്രീരാമനെ കുറിച്ചുള്ള വിശ്വാസത്തെ അടിസ്ഥാനമാക്കി വോട്ട് സമ്പാദിക്കാൻ BJP ഇറങ്ങുമ്പോൾ അവിടെ കോൺഗ്രസ് എന്ത് ചെയ്യും എന്ന ചോദ്യമുണ്ട്. അതിന് കുറെ കൂടി നേരത്തെ അവർ ഉത്തരം കണ്ടെത്തണമായിരുന്നു. ഈ പ്രതിഷ്ഠ നടക്കുന്ന, അതിന്റെ ക്ഷണം വരുന്നതുവരെ കാത്തിരിക്കുന്നതിന് പകരം കുറെ കൂടി നേരത്തെ ഒരു രാഷ്ട്രീയമായ ക്യാമ്പയിൻ അവർ നടത്തണമായിരുന്നു. അങ്ങനെ ദേശീയ തലത്തിൽ
വലിയ താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വലുതായൊന്നും നേടാൻ ഇല്ലെങ്കിലും അപ്രകാരം രാഷ്ട്രീയമായി ഈ വിഷയങ്ങളെ വളരെ നേരത്തെ കണ്ടതുകൊണ്ടാണ് CPM-ന് വളരെ വ്യക്തതയോടെ ഒരു നിലപാട് ആ ക്ഷണത്തിന്റെ പേരിൽ സ്വീകരിക്കാൻ കഴിഞ്ഞത്. കോൺഗ്രസിന് അത് കഴിയുന്നില്ല. വളരെ വൈകി അവർ ചില തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനങ്ങളിൽ വ്യക്തതയില്ല. ആ രാഷ്ട്രീയമായി ഈ വിഷയത്തെ കാണുമ്പോൾ കോൺഗ്രസ് വളരെ പിന്നോട്ട് പോകുവാനാണ് സാധ്യത. അയോധ്യയിൽ മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയം സംസാരിക്കുന്നതിന് അല്ലെങ്കിൽ മതവിഷയങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തുന്നതിന് ഒക്കെയുള്ള പ്രാപ്തിയും കെൽപ്പും ഇല്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ അവസ്ഥയാണ്. Debate with MV Nikesh Kumar.